കർഷകരുടെ ശത്രുപക്ഷത്തായിരുന്നു പിണറായി സർക്കാർ എന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഉടുമ്പൻചോലയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം രാജകുമാരിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF സർക്കാർ കർഷകരുടെ സർക്കാർ ആയിരിക്കും. കേരളത്തിൽ ആഞ്ഞുവീശുന്ന UDF തരംഗത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റമുണ്ടാകുന്ന ജില്ലകളിലൊന്നാവും ഇടുക്കി. മോദി കേരളത്തിൽ വരുന്നത് LDFനെ വീണ്ടും അധികാരത്തിലെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ്. BJP അവരുടെ ശക്തമായ മണ്ഡലങ്ങളിൽ പോലും നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഈ കൂട്ടുകെട്ട് വ്യക്തമാക്കുന്നു. മോദി എന്ന് കേട്ടാൽ പിണറായിയുടെ മുട്ടുവിറയ്ക്കും. ഇടിയെ പേടിയുള്ളവർക്ക് മോദിയെ പേടിയുണ്ടാകും. CPM മാർക്സിസ്റ്റ് കോർപ്പറേറ്റ് പാർട്ടിയായെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അപ്പോൾ ദുഷ്ടലാക്കോടുകൂടി ദുരുദ്വേഷത്തോടുകൂടി ഒരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ് ഇത്. ഇവിടെ മാത്രമല്ലല്ലോ, വഖഫിൽ വന്നത് തന്നെ. അന്നെല്ലാവരും പറഞ്ഞു ഞങ്ങൾ പാർലമെന്റ് പ്രസംഗിച്ചതാണത്. ഇതൊരു വഖഫിൽ നിൽക്കില്ല, ഇതടുത്ത് വേറെയിലേക്ക് വരും, അത് കഴിഞ്ഞാൽ വേറെ വരും. ഞാൻ നോക്കി മോഡിയുടെ നിലപാട് നമുക്ക് മനസ്സിലാക്കാം. ഇത്തരം കാര്യങ്ങളിൽ ആളുകളെ വിഭജിക്കുക, വർഗീയമായി വിഭജിക്കുക എന്നത് മോഡിയുടെ അജണ്ടയാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് ഇതുവരെ മിണ്ടാൻ ഈ തന്റെ പ്രസംഗങ്ങളിലും പത്രസമ്മേളനങ്ങളൊക്കെ എല്ലാ ദിവസവും നാടുകൾക്ക് 40 വട്ടം രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് ഇന്ന് വരെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. മോഡി എന്ന് കേട്ടാൽ മുഖയുടെ മുട്ട് പറക്കും. പിണറായി വിജയന്റെ മുട്ട് കൃത്യമായിട്ട് പറക്കും. കാരണം മോഡിയെ പേടിക്കാനായിട്ട് കേൾക്കുന്നുണ്ട്. EDയെ പേടിയുള്ളവർക്ക് മോഡിയെ പേടിയുണ്ടാവും. അതുകൊണ്ട് ഇത്തരം ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളെ പോലും കേന്ദ്ര ഗവൺമെന്റ് അത് മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർക്കാനുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇരട്ടച്ചങ്ക് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇരട്ട ചങ്ക് പോയിട്ട് ഒരു ചങ്ക് പോലും ഇല്ലാത്ത രീതിയിലാണ് ഇത്തരം കാര്യങ്ങളിൽ മിണ്ടാതിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മൗനം എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ മനസ്സിലാക്കി. UDF നിയോജക മണ്ഡലം ചെയർമാൻ MJ കുര്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണു, ഡീൻ കുര്യാക്കോസ് MP, DCC പ്രസിഡന്റ് CP മാത്യു, KPCC വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ, ബെന്നി തുണ്ടത്തിൽ, ഇബ്രാഹിം കുട്ടി കല്ലാർ, R ബാലൻപിള്ള, MN ഗോപി, KS അരുൺ, MB ജോസ്, ജോസ് പൊട്ടംപ്ലാക്കൽ, ജമാൽ ഇടശ്ശേരിക്കുടി, KS ശിവൻ, ജോസ് ചിറ്റടി, റോയി ചാത്തനാട്ട എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിന് ശേഷം UDF പ്രവർത്തകർ ടൗണിൽ റോഡ് ഷോ നടത്തി. സിറ്റി വിഷൻ രാജകുമാരി.